കോഴിക്കോട് ഈങ്ങാപ്പുഴ ഷിബില കൊലപാതകത്തിൽ പ്രതി യാസിറിനെ കത്തിവാങ്ങിയ കൈതപ്പൊയിലിലെ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. നേരത്തെ യാസിറിനെ വൈദ്യപരിശോധനയ്ക്കായി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, തെളിവെടുപ്പ് തുടരുകയാണല്ലോ അല്ലേ? മറ്റെവിടെയൊക്കെ ഉണ്ടാകും തെളിവെടുപ്പ്? അനുജ, ഷിബില വധക്കേസിലെ പ്രതിയായിട്ടുള്ള ഭർത്താവ് യാസറുമായി അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. സമയം മുമ്പാണ് നമുക്ക് തൊട്ടു പിറകിലുള്ള ഈ കടയിലേക്ക് അന്വേഷണ സംഘം വന്ന് കയറിയത്. ഇതിൽ ഈ മിനി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഷിബിലയെ കൊല്ലാനും അതുപോലെ തന്നെ ഷിബിലയുടെ രക്ഷിതാക്കളെ ക്രൂരമായി ആക്രമിക്കാനും ഉപയോഗിച്ച കത്തി വാങ്ങിയത്. 2 കത്തി ഉപയോഗിച്ചാണ് ഈ പ്രതി ഷിബിലയെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും ക്രൂരമായി ആക്രമിച്ചത്. അതിൽ ഏറ്റവും ഒടുവിൽ വാങ്ങിയ പുതിയ കത്തിയാണ്. ആ പുതിയ കത്തി ഉപയോഗിച്ച് ഇവിടെ നിന്നാണ് അത് വാങ്ങിയത്. അവിടേക്കാണ് എത്തിച്ചുകൊണ്ട് പ്രതിയെ തെളിവെടുപ്പ് നടത്തുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ കൊലപാതകത്തിന് ശേഷം പ്രതി എത്തിയത് ബാലുശ്ശേരിയുള്ള ഒരു പെട്രോൾ പമ്പിലായിരുന്നു. അവിടെ വെച്ചുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടു പോകുന്ന ആ കാറിൽ എണ്ണയടിക്കുകയും അതിൽ പണം നൽകാതെ അവിടെ നിന്ന് പോവുകയും ചെയ്തത്. ആ സ്ഥലത്തും പ്രതി എത്തിച്ചുകൊണ്ട് തെളിവെടുത്തിരുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം കൂടിയുള്ളത് ഈ കൊലപാതകം നടന്ന സ്ഥലത്തേക്കാണ്. അവിടേക്ക് കൂടി പ്രതിയെ കൊണ്ടുപോയി തെളിവെടുക്കും എന്ന കാര്യമാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഏതായാലും അതിക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയെ 5 ദിവസത്തേക്ക് കസ്റ്റഡി വാങ്ങുകയും വിശദമായിട്ടുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയും ചെയ്യുന്നു. ഇനി വൈകാതെ ഈ കൊലപാതകം നടന്ന ഈങ്ങാപ്പുഴയിലെ ഷിബിലയുടെ വീട്ടിലെത്തിച്ചുകൊണ്ടായിരിക്കും തെളിവെടുപ്പ്. ഇവിടുത്തെ തെളിവെടുപ്പ് ഏകദേശം പൂർത്തിയാകുന്നു. വൈകാതെ തന്നെ ഇവിടുന്ന് ഇറക്കും. പിന്നീടായിരിക്കും ഈങ്ങാപ്പുഴയിലേക്ക് പോവുക. അനുജ, ഇതിലിപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലേക്കൊരു പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ? എന്തെങ്കിലും ഇയാളെ വീടുകളിലൊക്കെ എത്തിച്ചുള്ള തെളിവെടുപ്പിലേക്ക് പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പോലീസ് മുന്നിൽ കാണുന്നുണ്ടോ സമീർ? തീർച്ചയായും അത്തരം ഒരു സാധ്യത കൂടി പോലീസ് കാണുന്നുണ്ട്. സാധാരണ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള അമർഷം നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും. അത്തരം ഒരു സാധ്യത കണക്കെടുത്തുകൊണ്ടാണ് എപ്പോഴായിരിക്കും ഈങ്ങാപ്പുഴയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന കാര്യം പോലീസ് മാധ്യമപ്രവർത്തകരോടുകൂടി പോലും പങ്കുവെക്കുന്നില്ല. അതായത് അവിടെ വലിയൊരു കയ്യാങ്കളിയും വലിയൊരു അന്വേഷണ സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അത്തരം കാര്യങ്ങളൊന്നും മാധ്യമപ്രവർത്തകരോട് പോലും പറയാതിരിക്കുന്നത്. നമുക്കറിയാം, ആ സംഭവം ഉണ്ടായതിനു ശേഷം വലിയൊരു ആശങ്കയിലായിരുന്നു ആ പ്രദേശമൊക്കെ. പ്രത്യേകിച്ചും മയക്കുമരുന്നിന് അടിമയായ ഒരു യുവാവാണ് ഇത്തരം അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയത്. മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു യുവാവിൻ്റെ മാതാവിനെ തന്നെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായത്. ഈ 2 പേരും സുഹൃത്തുക്കളാണ് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നു. അത്തരമൊരു സംഭവങ്ങളിൽ ഈ മേഖല വലിയ ഒരു ആശങ്കയിലാണ്. മയക്കുമരുന്നിന് അടിമപ്പെടുന്ന യുവാക്കളുടെ ഒരു സാന്നിധ്യം കൊണ്ട് വലിയൊരു ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്കെതിരെ കയ്യേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് കാണുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എപ്പോഴായിരിക്കും അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യം പോലീസ് പറയാതിരിക്കുന്നത്. എന്തായാലും ഇനി 4 ദിവസം കൂടി പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഈ യാസറിനെ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ആയിരിക്കും ഈ ഈങ്ങാപ്പുഴയിലെ കൊലപാതകം നടന്ന ആ വീട്ടിലെത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തുക. അനുജ, ഈങ്ങാപ്പുഴ ഷിബില കൊലപാതകത്തിലാണ് പ്രതി യാസിറിനെ കത്തി വാങ്ങി കൈതപ്പൊയിലിലെ കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. യാസിറിനെ നേരത്തെ വൈദ്യപരിശോധനയ്ക്കായി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ കൊലപാതകം നടന്ന വസതിയിലേക്ക് യാസിറിനെ എത്തിക്കുമെന്ന വിവരമാണ് സമീർ സി മുഹമ്മദ് നൽകിയത്.